കോഴിക്കോട് സ്വകാര്യ ബസ് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്ക്. കോഴിക്കോട് നിന്നും മാവൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് മറിഞ്ഞത്. ബസ് മറ്റൊരു ബൈക്കിൽ ഇടിച്ച് മറിയുകയാണുണ്ടായത്. 30 പേർക്ക് പരിക്കുണ്ട്. 2 പേരുടെ നില ഗുരുതരാവസ്ഥയിലാണ് തുടരുന്നത്. ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ 20 പേരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 10 പേരും ചികിത്സയിലാണ്. ഇതിൽ 2 പേരുടെയാണ് നിലയാണ് ഗുരുതരമായി തുടരുന്നത്. ബസ്സിൽ കൂടുതലുമുണ്ടായത് യൂണിഫോം ധരിച്ച കുട്ടികളാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ബസിന്റെ ടയർ അപകടാവസ്ഥയിലായിരുന്നു. ടയർ തേഞ്ഞു തീർന്ന നിലയിൽ കണ്ടെത്തി. ബൈക്കിനെ മറികടക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് ബസ് മറിഞ്ഞുവെന്ന് ദൃക്സാക്ഷി പറയുന്നുണ്ട്. ബൈക്ക് യാത്രികനും പരിക്കേറ്റിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് പാളയം ബസ് സ്റ്റാൻഡിൽ നിന്നും അരീക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് തലകീഴായി മറിഞ്ഞത്. ബസ് അമിത വേഗതയിലായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. തെറ്റായ ദിശയിൽ വന്ന 2 ബൈക്കുകളെ മറികടക്കാൻ ശ്രമിക്കവെയാണ് അപകടം നടന്നതെന്ന് ദൃക്സാക്ഷികളും പറയുന്നു. ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ബസിന്റെ ഡീസൽ റോഡിലേക്ക് ഒഴുകിയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സാണ് മറിഞ്ഞത്. ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് 50ഓളം പേർക്ക് പരിക്കേറ്റിട്ടുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. ഗുരുതരമായി പരിക്കേറ്റവർ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലുമാണ്. അപകടം നടന്ന ഉടൻ തന്നെ പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയിരുന്നു. അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ബസ് മാറ്റാനുള്ള ശ്രമവും തുടങ്ങിയിട്ടുണ്ട്. പോലീസിന്റെയും അഗ്നിരക്ഷാസേനയുടെയും കൂടെ നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കോഴിക്കോട് മാവൂർ കൂളിമാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടു. ആകെ 54 പേരാണ് പരിക്കേറ്റ് ചികിത്സ തേടിയത്. 2 പേരുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത്. 42 പേർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. അപകട കാരണം അമിത വേഗതയാണെന്നും ചിലർ പറയുന്നു. ബസിന്റെ ടയർ അപകടാവസ്ഥയിൽ തുടരുന്നതും അപകടത്തിന് ആക്കം കൂട്ടിയോ എന്നും പരിശോധിക്കും. മോട്ടോർ വാഹന വകുപ്പും സ്ഥലത്തെത്തി പരിശോധന നടത്തും. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.